പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് മഹാനവറുകൾ ആരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയുമല്ലോ. ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് ഹസനുൽ ബസരി റഹിമഹുല്ലാഹ്. മഹാനായ സാത്വികനായ അല്ലാഹുവിന്റെ ഇഷ്ടദാസനായ ഹസനുൽ ബസരി റഹിമഹുല്ലയോട് ഒരു മനുഷ്യൻ ഒരാള് വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അല്ലാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, അതൊക്കെ എനിക്കറിയാം. എനിക്കതിനെ കുറിച്ചുള്ള ചിന്തയൊക്കെയുണ്ട്, വിചാരമുണ്ട്. പക്ഷേ ഞാൻ പല തെറ്റുകളിലേക്കും ഞാൻ ആപതിച്ചു പോകുകയാണ്. പല വിധത്തിലുള്ള ഹറാമിയത്തുകളിൽ ഞാൻ കൂട്ടുനിന്നു പോകുകയാണ്. ഒരുപാട് തെറ്റുകൾ എന്റെ ഭാഗത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പടച്ചവനായ തമ്പുരാൻ എനിക്ക് തന്ന നിഅമത്തുകൾ ഇതുവരെയും ഒന്നുപോലും തിരിച്ചെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റഹിമഹുല്ലയോട് ഈ മനുഷ്യൻ ഈ പാപത്തിനെ കുറിച്ച് വാചാലമായി സംസാരിക്കുകയാണ്. അദ്ദേഹം ചെയ്ത തെറ്റുകൾ മുഴുവനും സമ്മതിക്കുകയാണ്. എന്താണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അല്ലാഹു വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ വാരിക്കോരി തരുന്നു. വീണ്ടും അല്ലാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് വീണ്ടും തെറ്റുകളിലേക്ക് മുഴുകി ജീവിക്കുന്നു. ഇങ്ങനെയാണല്ലോ ഒരു മനുഷ്യന്റെ പ്രകൃതം. സാധാരണ ഒരു മനുഷ്യന്റെ പ്രകൃതം ഈമാനിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ, സഹോദരങ്ങളെ, ആർക്കും സംഭവിച്ചുകൂടാ എന്നില്ല. എല്ലാവർക്കും സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. എത്രയൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയാലും വീണ്ടും വീണ്ടും അതൊക്കെ മതിമറന്നിട്ട് ഹറാമിയത്തുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ബലഹീനതയാണ്. അല്ലാഹു അത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര പാഠങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നാലും, പരീക്ഷണങ്ങൾ വന്നാലും, അതൊന്നും നമ്മൾ ഉൾക്കൊള്ളുവാനോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്നും അല്പമൊന്നും പിന്മാറാനോ നമ്മൾ തയ്യാറല്ല. ഒരു പ്രാവശ്യമെങ്ങാനും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരീക്ഷണം നേരിട്ടു, ഇത് ഇരിഞ്ഞ തെറ്റിന്റെ പേരിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ തെറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ള ഒരു വ്യഗ്രത, ഒരു ജാഗ്രത എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോയിട്ടുണ്ട് എങ്കിൽ അത് ഈമാനിന്റെ ബലഹീനതയാണ്. സഹോദരങ്ങളെ, ഓരോ പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും ഓരോ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് പടച്ചവനായ തമ്പുരാൻ പേമാരി പോലെ വർഷിക്കുമ്പോഴും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിനെ ഓർക്കാനുള്ള അവസരങ്ങളാണ് പടച്ചവനായ തമ്പുരാൻ തരുന്നത്. പാപങ്ങളിൽ മുഴുകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണം. അനുഗ്രഹങ്ങൾ ധാരാളമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി, അവൻ ഹംദ് പറയണം, അല്ലാഹുവിന് ഹംദ് പറയണം, അൽഹംദുലില്ലാഹ് പറയണം. അല്ലാഹുവിന് ശുക്ർ പറഞ്ഞേ മതിയാവുകയുള്ളൂ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ ബലഹീനമായി പോയ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ്? വീണ്ടും വീണ്ടും പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഒരു മാറ്റങ്ങളും ഒരു വഅദ് കൊണ്ടോ നസീഹത്ത് കൊണ്ടോ ഒരു പരീക്ഷണങ്ങൾ കൊണ്ടോ ഒരു വേദന കൊണ്ടോ സങ്കടം കൊണ്ടോ വിഷമങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടോ പ്രതിസന്ധികൾ കൊണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവങ്ങൾ മാറ്റാൻ, മനസ്സിന്റെ ചിന്തകൾ മാറ്റി നല്ല ചിന്തകൾ കൊണ്ടുവരാൻ ഒരിക്കലും തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. ഹസനുൽ ബസരി റഹിമഹുല്ലയോട് ഈ പാവപ്പെട്ട സാധുവായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, ഞാൻ തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവിന്റെ അനുഗ്രഹം വീണ്ടും വീണ്ടും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് ആ ചെറുപ്പക്കാരനോടായിട്ട് ചോദിക്കുകയാണ്. ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. ആ ചോദ്യം തന്നെ ആ മനുഷ്യനെ വല്ലാതെ മാറ്റിമറിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് മനുഷ്യനോട് ചോദിക്കുകയാണ്, നീ തഹജ്ജുദ് നമസ്കരിക്കാറുണ്ടോ? നീ തഹജ്ജുദ് നമസ്കരിക്കാറുണ്ടോ? അതിനു വേണ്ടി എഴുന്നേൽക്കാറുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല തങ്ങളെ, ഇല്ല, ഞാൻ തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കാറില്ല, തഹജ്ജുദ് ഞാൻ നമസ്കരിക്കാറില്ല. എന്നാൽ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് വീണ്ടും പറയുന്ന മറുപടി എന്തെന്നറിയോ? എന്നാൽ നീ കേട്ടുകൊള്ളുക, മനസ്സിലാക്കിക്കൊള്ളുക, പടച്ചവനായ
തമ്പുരാനുമായിട്ട് നിന്റെ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. നീയും റബ്ബുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്, മുറിക്കപ്പെട്ടിരിക്കുകയാണ്, മുനാജാത്ത് മുറിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുമായിട്ട് കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു സമയമാണ് തഹജ്ജുദിന്റെ സമയം എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യൂൻഫിഖൂൻ. സഹോദരങ്ങളെ, എത്ര പാതിരാത്രിയിൽ താമസിച്ചു വന്ന് കിടക്കുന്ന മനുഷ്യനാണെങ്കിലും, വൈകിയ വേളയിൽ വന്ന് കിടന്നുറങ്ങുന്ന മനുഷ്യനാണെങ്കിലും, ഒരുപാട് പണികളെടുത്തിട്ട് ഒരുപാട് ജോലികൾ ചെയ്തിട്ട് ശരീരം മുഴുവനും തഅബാനായി ക്ഷീണിച്ച് അവശനായി വന്ന് കിടന്നുറങ്ങുന്ന മനുഷ്യനാണെങ്കിലും, 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് 4 മണിയാകുമ്പോ, വെളുപ്പിനെ 4 മണിയാകുമ്പോ തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി അവൻ എഴുന്നേൽക്കുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ എഴുന്നേൽക്കുന്നത് എന്തിനാണെന്നറിയോ? അല്ലാഹുവിനെ കാണാനാണ്, അല്ലാഹുമായിട്ട് സംസാരിക്കാനാണ്. എല്ലാ ബന്ധങ്ങളും മുറിച്ചിട്ടോ, ദുനിയാവിന്റെ എല്ലാ ആഡംബരങ്ങളും മതിമറന്നിട്ടോ, അതേ കുടുംബവുമായിട്ടൊരു ബന്ധവുമില്ലാതെ എല്ലാവരെയും ഉറക്കി കിടത്തിയിട്ട് പാതിരാവിന്റെ നിശബ്ദതയിൽ എഴുന്നേറ്റിട്ടോ 2 റക്അത്ത് നമസ്കരിക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നുവെങ്കിലോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കിക്കോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അത് അല്ലാഹുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എഴുന്നേൽപ്പാണ്. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മനസ്സിലാക്കിക്കോ, തഹജ്ജുദിന് വേണ്ടി ഒരാൾ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് നമസ്കരിക്കാൻ വേണ്ടി തയ്യാറാകുന്നുവെങ്കിൽ എന്തിനാണ് അവൻ തയ്യാറാകുന്നത്? അല്ലാഹുമായിട്ട് കൂടിക്കാഴ്ച നടത്താനാണ്. കാരണം പകൽ സമയം മുഴുവനും നമ്മളോടൊപ്പം ആരെങ്കിലും ഉണ്ടാവുമല്ലോ. പക്ഷേ പാതിരാവിന്റെ മറവിൽ, പാതിരാവിന്റെ നിശബ്ദതയിൽ കുടുംബക്കാര് പോലും സ്വന്തം ഭാര്യയും ഉറങ്ങുകയാണ്. പെണ്ണാണെങ്കിൽ അവളുടെ ഭർത്താവ് ഉറങ്ങുന്നു, മക്കളെല്ലാം കൂർക്കം ഭരിച്ചുറങ്ങുകയാണ്. ആ സമയത്ത് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യൻ ഉറപ്പായിട്ടും നാളെ അല്ലാഹുവിന്റെ നിഖാഹ് കാണാൻ സാധിക്കും. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അത്രയും താല്പര്യം, അല്ലാഹുവിനോട് താല്പര്യമുള്ള ആൾക്ക് മാത്രമേ ആ സമയത്ത് എത്ര അവശനായി ക്ഷീണിതനായി വന്ന് കിടക്കുന്നുവെങ്കിലും അവൻ ആ സമയത്ത് എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ അല്ലാഹുവിനോട് അവന് മഹബ്ബത്തുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹസൻ അൽ ബസരി റഹിമഹുല്ലാ ഈ മനുഷ്യനോട് ചോദിച്ചു, തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാറില്ല. ആ സമയത്താണ് ഹസൻ അൽ ബസരി റഹിമഹുല്ലാ പറഞ്ഞത്, എന്നാൽ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരാ? കാരണം ഈ മനുഷ്യൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എത്രയെല്ലാം പാപങ്ങൾ ചെയ്തിട്ടും പടച്ചവനായ തമ്പുരാൻ വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലേ? എന്നാൽ മനസ്സിലാക്കിക്കൊള്ളുക, അല്ലാഹുവുമായിട്ടുള്ള കണക്ഷൻ പടച്ചവനായ തമ്പുരാൻ വിച്ഛേദിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവന് തഹജ്ജുദ് നമസ്കരിക്കാൻ കഴിയാത്തത്. അത് പടച്ചവനായ തമ്പുരാൻ അവനിൽ നിന്നും എടുത്തു മാറ്റിക്കളഞ്ഞ നിഅമത്താണ്, അവന് കൊടുക്കാത്ത അനുഗ്രഹമാണ് സഹോദരങ്ങളെ. കാരണം അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പ്രൗഢിയല്ല, പണമല്ല, പത്രാസല്ല, സ്ഥാനമാനങ്ങളല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, കുലമഹിമയല്ല, മറ്റേതെങ്കിലും പവറുകളല്ല, വീറ്റോ പവറുകളല്ല. പിന്നെയോ അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നതോ പടച്ചവനായ തമ്പുരാനുമായിട്ടുള്ള കണക്ഷനാണ്, കോണ്ടാക്റ്റാണ്. ആ
അത് വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പടച്ചവനായ തമ്പുരാൻ നമ്മിൽ നിന്നും അനുഗ്രഹം എടുത്തു കളഞ്ഞു എന്നാണ്. അല്ലാതെ കിട്ടുന്നത് ഈ വഴിക്ക് നമ്മൾ കിട്ടുന്നു, ഈ വഴിക്ക് നമ്മൾ ചെലവാക്കുന്നു, പൈസ ഈ വഴി വരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ഞാനിങ്ങനെ അടിച്ചു തൂർത്ത് കളഞ്ഞാലും പടച്ചവൻ എനിക്ക് വീണ്ടും വീണ്ടും തരുന്നല്ലോ. ഇത് അനുഗ്രഹമല്ല, അത് പരീക്ഷണമാണ്. അത് പരീക്ഷണമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് മനസ്സിലാക്കണം. നമ്മൾ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഹജ്ജുദ് നിസ്കരിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ശുക്ർ ചെയ്യണം. അല്ലാഹുവിന് ശുക്ർ ചെയ്യാനുള്ള സമയമാണ് തഹജ്ജുദിന്റെ സമയം. നിസ്കാരം എന്ന് പറയുന്നത് പകരം അല്ലാഹുവിന് കൊടുക്കേണ്ട ഒരു, തിരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യതയാണ്, കടപ്പാടാണ്. അല്ലാഹു നമുക്ക് ഇത്രയും നിഅമത്തുകൾ തരുമ്പോ അൽഹംദുലില്ലാഹ് പറയണം, അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അൻഷ്കുറുലീ വലിവാലിദൈക അൻഷ്കുറുലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ശുക്ർ ചെയ്യണേ, നന്ദി ചെയ്യണേ. അതേ സഹോദരങ്ങളെ, അതിന്റെ തഫ്സീറുകളായിട്ട് വിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുകയാണ്. അൻഷ്കുറുലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണമേ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു, അല്ലാഹുവിനെ എങ്ങനെയാണ് ശുക്ർ ചെയ്യേണ്ടത് എന്നറിയോ? 5 വഖ്ത് നമസ്കാരത്തിലൂടെയാണ് ശുക്ർ ചെയ്യേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 5 വഖ്ത് നമസ്കാരത്തിലൂടെ അല്ലാഹുവിനെ ശുക്ർ ചെയ്യാൻ കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പടച്ചവനായ തമ്പുരാൻ അതിലൂടെ ഒരുപാട് വർധനവ് നൽകുകയാണ്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ വളർച്ച നമുക്ക് നൽകുന്നതാണ്, ആരോഗ്യപരമായ വളർച്ച നമുക്ക് നൽകുന്നതാണ്, ബുദ്ധിപരമായ വളർച്ച നമുക്ക് നൽകുന്നതാണ്, കുടുംബപരമായിട്ടുള്ള വളർച്ച നമുക്ക് നൽകുന്നതാണ്. സ്ഥാനമാനങ്ങൾ പടച്ചവനായ തമ്പുരാന് വർദ്ധിപ്പിച്ച് നൽകുമത്രേ. ഒരുപക്ഷേ സമൂഹത്തിന്റെ ഇടയിലില്ലെങ്കിലും വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ പടച്ചവനായ തമ്പുരാൻ നമ്മളെ കുറിച്ചുള്ള മതിപ്പുണ്ടാക്കി കൊടുക്കുന്നതാണ്. എന്തുകൊണ്ടെന്നറിയോ? എന്തിനാണെന്നറിയോ? അല്ലാഹുവിനെ നമ്മൾ ശുക്ർ ചെയ്യുന്നത് കൊണ്ടാണ്.